കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ കത്തോലിക്ക സഭയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി രക്തസാക്ഷിത്വം വരിച്ച വാഴ്ത്തപ്പെട്ട സോൾട്ടൻ ഡാവോസ് മെസ്സലേനിയുടെ ജീവിതം ഇന്നും ഏവർക്കും പ്രചോദനമാണ്. 1951 മാർച്ച് 4-ന് സ്റ്റാനിലസ് ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ജയിലിൽ വെച്ചാണ് അദ്ദേഹം പ്രാണം വെടിഞ്ഞത്. 14 വർഷമാണ് അദ്ദേഹം യാതനകൾ അനുഭവിച്ചത്. 1892 ജനുവരി 2-ന് ഹംഗറിയിലെ ഹത്വാനിയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പം മുതലേ പഠനത്തിലും ആത്മീയതയിലും മികവ് പുലർത്തിയിരുന്നു. റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം 1915-ലാണ് വൈദികനായി അഭിഷിക്തനായത്. സഭയിലെ വിവിധ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ സ്തുത്യർഹമായ രീതിയിൽ നിർവഹിച്ചതിനെ തുടർന്ന് 1937-ൽ എൻസ്ട്രോം രൂപതയുടെ സഹായമെത്രാനായി അദ്ദേഹം നിയമിതനായി. ധീരതയോടും വിശ്വാസത്തോടും കൂടി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഹംഗറിയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം പിടിമുറുക്കിയതോടെ സഭയ്ക്കുമേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പ്രമുഖരായ ബിഷപ്പുമാരെയും കർദിനാൾ ജോസഫ് മിൻസെന്റിനെയും ഭരണകൂടം തടവിലാക്കി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രൂപതയുടെ ഭരണ ചുമതലയേറ്റ അദ്ദേഹം സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളെ ശക്തമായി എതിർത്തു. സഭയുടെ സ്വാതന്ത്ര്യവും പരിശുദ്ധ സിംഹാസനത്തിനോടുള്ള കൂറും ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തെ 1950-ൽ കമ്മ്യൂണിസ്റ്റ് അധികാരികൾ തടവിലാക്കി. യാതൊരുവിധ ഔദ്യോഗിക കുറ്റപത്രവും ഇല്ലാതെയാണ് അദ്ദേഹത്തെ തടവിലിട്ടത്. ജയിലിലെ അതികഠിനമായ സാഹചര്യങ്ങളിൽ മാസങ്ങളോളം അദ്ദേഹം ക്രൂരമായ പീഡനങ്ങളും ചോദ്യം ചെയ്യലുകളും നേരിട്ടു. വിശ്വാസത്തെ തള്ളിപ്പറയാനോ സഭയെ വഞ്ചിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ പീഡനങ്ങളെ തുടർന്ന് ശാരീരികമായി തളർന്ന അദ്ദേഹം 1951 മാർച്ച് 4-ന് തന്റെ 59-ാം വയസ്സിലാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. വിശ്വാസത്തെ പ്രതിയുള്ള അദ്ദേഹത്തിന്റെ മരണം സഭ പഠനവിധേയമാക്കി. 2009 ജൂലൈ 3-ന് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ രക്തസാക്ഷിയായി അംഗീകരിച്ചു. അതേ വർഷം ഒക്ടോബർ 31-ന് ഹംഗറിയിലെ എൻസ്റ്റോഡാം ബസിലിക്കയിൽ വെച്ച് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ പതറാതെ സഭയെ നയിച്ച ധീരനായ ഇടയനായി അദ്ദേഹത്തെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഇന്നും വലിയ പ്രചോദനമാണ്.